Stay tuned to Kids Corner and set free from all tensions and worries. എൻ്റെ പുതിയ പേനുണ്ടോ? കൊള്ളാലോ. ഇതെവിടെന്ന്? ഇന്നലെ എൻ്റെ അമ്മ വാങ്ങിച്ചോണ്ട് വന്നു. ഹോ, ഇന്ന് ശനിയാഴ്ച അല്ലേ? ആ, അതിനെന്താ? എൻ്റെ അമ്മ വീട്ടിലുണ്ടോന്ന് മുഴുവൻ സമയത്ത് പഠിപ്പിക്കും. ഒരു സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യോ? അതെന്താ? നിന്റെ സംശയം എനിക്കും തുടങ്ങിയെന്ന് തോന്നണം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂടാതെ ഒരു ഹാപ്പി ന്യൂ ഇയറും. നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണല്ലേ? ഒരു പുതിയ വർഷം തുടങ്ങി. നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുത്തു, വേറെ കുറേ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അപ്പുക്കുട്ടൻ്റെയും തോമസ് കുട്ടിയുടെയും സംശയം കേട്ടോ? ക്രിസ്തീയ സ്വാതന്ത്ര്യം. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ ആക്ച്വലി സ്വതന്ത്രമാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് തീർക്കാം. അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുകൃതജപവും പഠിക്കാം. ഇന്നത്തെ വചനം 2 കൊറിന്തോസ് 3:17 കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനി സുകൃതജപം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അങ്കിളുടെ അടുത്തേക്ക് പോവാം. അങ്കിൾ, എന്തായി സ്വാതന്ത്ര്യം? ഓക്കെ, സ്വാതന്ത്ര്യം എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും. ഇന്നും ഈ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നത്, ദുരുപയോഗിക്കുന്നതിൻ്റെ ഒരുപാട് കഥകൾ നമ്മൾ ദിവസവും വായിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വലിയ ആവശ്യമാണ്. ഞങ്ങൾ യുകാറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മനോഹരമായ നിർവചനം ഞങ്ങൾ വായിച്ചത് ഓർക്കുകയാണ്. ഞങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ. എന്താണ് സ്വാതന്ത്ര്യം എന്നതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പാപ്പ: സ്വന്തം തീരുമാനപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയുന്നതിന് ദൈവം തരുന്ന ദാനമാണ് സ്വാതന്ത്ര്യം. സ്വതന്ത്രരായ മനുഷ്യരെന്ന നിലയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാണ്? ഏറ്റവും നന്മയായ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ആദിമാതാപിതാക്കളായ ആദവും ഹവ്വയും ഈ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു. ഓർക്കുന്നില്ലേ? അവർ ദൈവം പറഞ്ഞതിനെതിരായി പ്രവർത്തിച്ചു. അങ്ങനെ അവർ പാപം ചെയ്തു. അങ്ങനെ ഈ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന മനുഷ്യനെ മോചിപ്പിക്കാനായിട്ടാണ് പിതാവായ ദൈവം ആരെ അയക്കുന്നത്? ഈശോയെ അയക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു കേട്ടോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്വാതന്ത്ര്യമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ സ്വാതന്ത്ര്യമാണ്. ഈശോ വീണ്ടും പറയുക, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 35-ാം പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ ഭവനത്തിൽ വസിക്കുന്നു. പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നമ്മളെല്ലാവരും സ്വതന്ത്രരാകും. അതുകൊണ്ട് ഈശോ നൽകുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോ നമുക്ക് തന്ന സ്വാതന്ത്ര്യമാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം. അതാണ് പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ ഇത്? ഓക്കെ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ? പൗലോസ്ലീഹ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, പക്ഷെ അത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി ഗണിക്കരുത്. എന്തും തിരഞ്ഞെടുക്കാൻ ഈ ലോകത്തിൽ നന്മയും തിന്മയും ഉണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് നന്മ മാത്രം തിരഞ്ഞെടുക്കാനാണ്. ദൈവം നമുക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്, ഞാൻ നേരത്തെ അങ്കിൾ പറഞ്ഞില്ലേ, സ്വാതന്ത്ര്യത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഇത് ഉപയോഗിക്കാൻ, നന്മയായ ദൈവത്തെ തിരഞ്ഞെടുക്കാൻ.
എത്രമാത്രം നമ്മൾ നന്മയെ തിരഞ്ഞെടുക്കുന്നുവോ അത്രമാത്രം നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കും. നമ്മൾ തിന്മ തിരഞ്ഞെടുക്കുന്തോറും നമ്മൾ തിന്മയുടെ അടിമത്തിലേക്ക് പോകും. അങ്കിൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായ ആളുകൾ ചികിത്സയ്ക്ക് എത്താറുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു ചെറിയ സുഖം കിട്ടാൻ വേണ്ടി മദ്യം കഴിച്ചു തുടങ്ങിയവരാണ് പലരും, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു. ഒരു ചെറിയ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചേട്ടൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞെങ്ങനെയാണ്, എല്ലാവരും പറഞ്ഞത് ഉപയോഗിച്ച് സുഖം കിട്ടും. അങ്ങനെ ആ ഒരു സുഖത്തിന് വേണ്ടി ഉപയോഗിച്ച് ഇപ്പോൾ ഈ ചേട്ടന് പഠിക്കാൻ പറ്റണില്ല, പല രോഗങ്ങളാണ്. അങ്ങനെ നമ്മൾ തിന്മയെ തിരഞ്ഞെടുക്കുന്തോറും തിന്മയുടെ അടിമത്തത്തിലേക്ക് പോകും. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എപ്പോഴും നന്മ തിരഞ്ഞെടുക്കാൻ, നന്മ ചെയ്യാൻ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം അതിനായിട്ട് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്കിളെ, എനിക്കും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മളെല്ലാവരും സ്വതന്ത്രരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ മക്കളായ നമ്മളെല്ലാവരും സ്വാതന്ത്ര്യമുള്ളവരായിട്ട് ഈ ലോകത്തിലായിരിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നെ തിന്മ ചെയ്യാനുള്ള ചില സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്തു പറ്റും, ചിലപ്പോഴെങ്കിലുമൊക്കെ തിന്മ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ. ഇപ്പോൾ ധൂർത്തുപുത്രൻ്റെ കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ ബൈബിളിൽ? പിതാവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അപ്പൻ്റെ കൂടെ ഒരു കുഞ്ഞു കുട്ടി അപ്പൻ്റെ മടിയിലിരിക്കുമ്പോൾ അപ്പൻ ചില അരുതുകളൊക്കെ പറയുമെങ്കിലും ആ കുഞ്ഞു കുട്ടി അനുഭവിക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. കുഞ്ഞുങ്ങൾ അപ്പൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, സ്വാതന്ത്ര്യം. ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും സ്വതന്ത്രരായി ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നന്മയും തിന്മയും ഉണ്ട്. ബൈബിളിലൊരു വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. നീ ജീവിക്കേണ്ടതിനായിട്ട് എപ്പോഴും നീ നന്മ തിരഞ്ഞെടുക്കുക, ജീവൻ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ കഴിവ് എപ്പോഴും നമ്മുടെ നന്മ തിരഞ്ഞെടുക്കാനും അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ വളരാനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ബെനഡിക്റ്റ് പാപ്പ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിക്കുന്ന വ്യക്തി അവൻ പൂർണ്ണമായും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യനും ഏറ്റവും വലിയ നന്മയായ ദൈവത്തെ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അതുകൊണ്ട് മോൾക്കും എല്ലാ മനുഷ്യർക്കും ദൈവം സ്വാതന്ത്ര്യം നൽകിയത് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ വേണ്ടിയാണ്. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾക്കുള്ള പ്രത്യേകതകൾ എന്താ അങ്കിളെ? ദൈവത്തിൻ്റെ ദാനമാണ് സ്വാതന്ത്ര്യം. നമ്മൾ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഈ ലോകത്തിൽ വിശുദ്ധരായ ഒത്തിരി മനുഷ്യരുണ്ട്, വിശുദ്ധാത്മാക്കൾ ഒത്തിരി ജീവിച്ച് കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാവരും ഈ ആത്മീയ സ്വാതന്ത്ര്യം, ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യം ആവോളം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. നമ്മൾ ബൈബിളിൻ്റെ സംഭവം വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിൽ പൗലോസ് സീലാസും തടവറയിലായിരുന്നപ്പോൾ അവർ ജയിലിലാക്കി. പക്ഷെങ്കിൽ പോലും അവരതിൻ്റെ ഉള്ളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്ത് ദൈവത്തിൻ്റെ നന്മ മാത്രം പ്രവർത്തിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. അതൊരു തടവറയുടെ ഉള്ളിലാണെങ്കിൽ പോലും നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം വേണ്ടതുപോലെ ഉപയോഗിക്കാൻ നമ്മെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നന്മയായത് ദൈവത്തെ തിരഞ്ഞെടുക്കാൻ, നന്മയായ ദൈവത്തെ ഇവിടെ കൂടെ ആയിരിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ, ഓരോ നിമിഷവും ഈ സ്വാതന്ത്ര്യം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമ്മെ സഹായിക്കുന്നു. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ: സ്നേഹം, സമാധാനം, സന്തോഷം,
ക്ഷമ, ദയ, നന്മ, ആത്മസംയമനം, വിശ്വസ്തത, സൗമ്യത എന്നീ ഫലങ്ങൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിലൂടെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ? അതോ ഈ ലോകത്തിൽ ദൈവത്തെ പൂർണ്ണമായിട്ടും കണ്ടെത്താൻ, ദൈവത്തെ അനുഭവിക്കാൻ നമുക്ക് ദൈവം തന്നെ ദാനമായി നൽകിയ കഴിവാണ് സ്വാതന്ത്ര്യം. നമുക്ക് സ്വാതന്ത്ര്യം ദൈവത്തിന് നൽകാതിരുന്നുകൂടെ? നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് സ്വാതന്ത്ര്യം നൽകാതിരുന്നുകൂടെ? നമുക്ക് പലപ്പോഴും കൂട്ടിലൊക്കെ അടച്ച കിളികളെ കാണുമ്പോൾ സങ്കടം തോന്നാറില്ലേ? ചിലപ്പോഴെങ്കിലുമൊക്കെ കൂട്ടിൽ കിളികൾ കിടക്കുമ്പോൾ നമുക്ക് ഈ കിളിക്കൊരു സ്വാതന്ത്ര്യമില്ലല്ലോ എന്ന് തോന്നാറുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ദൈവം, നന്മയായ ദൈവം ഒരിക്കലും തന്നെ മക്കളെ അങ്ങനെ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചില്ല. ദൈവം അതുകൊണ്ടാണ് അങ്കിൾ നേരത്തെ പറഞ്ഞത്, ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. നമ്മളെല്ലാവരും സ്വതന്ത്രരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ദൈവത്തെ, നന്മയെ തിരഞ്ഞെടുക്കാൻ, അങ്ങനെ ദൈവത്തിലേക്ക് എത്താൻ, സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ ഈ സ്വാതന്ത്ര്യം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവം ആഗ്രഹിക്കുന്നതിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ലോകത്തിൽ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് മാറും. അങ്ങനെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഏകദേശം വ്യക്തമായോ? ഇന്നത്തെ അപ്പുക്കുട്ടൻ്റെയും തോമസൂട്ടിൻ്റെയും സംശയം കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി ഒന്ന് ഞെട്ടി. കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്കാണ്, നമുക്ക് വല്ലതും മനസ്സിലാവുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്കിളിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും മനസ്സിലായല്ലേ നമുക്ക് ദൈവം എന്തോരം സ്വാതന്ത്ര്യമാണ് തന്നിരിക്കണേന്ന്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ? ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? കുറച്ചും കൂടെയൊക്കെ ബാക്കിയുണ്ടല്ലേ, നമുക്ക് തീർക്കാം. അതിനു മുമ്പ് ഇപ്പം നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അപ്പോൾ വചനോസക്കുറിച്ച് പോയിട്ട് പറയാം. 2 കൊരിന്തോസ് 3:17 കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനി സുകൃതി ജപം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കണമേ. നമുക്കൊരു വിഷ്വൽ കാണാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലായി, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഒരു ചെറിയ ഐഡിയ കിട്ടും. അപ്പോൾ ഇന്നത്തെ വചനവും സുകൃതജപവും ഏറ്റു പറയാം. 2 കൊരിന്തോസ് 3:17 കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനി സുകൃതജപം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കണമേ.
കണ്ട വിഷ്വലിലെ സംഭവം നമ്മുടെ റിയൽ ലൈഫിൽ ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിനായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആ ആൾക്ക് കിട്ടിയ ആ ബ്ലാക്ക് ഹോള് അയാൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച്, അയാളുടെ ആർത്തിക്ക് വേണ്ടി ഉപയോഗിക്കാണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അയാളുടെ കയ്യിൽ തന്നെ ഇരുന്ന് അയാൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാനേ. പക്ഷെ അയാൾ എന്ത് ചെയ്തു? അയാളുടെ ആർത്തിക്ക് അയാൾ അത് മിസ്യൂസ് ചെയ്തു. അതുകൊണ്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു, അയാളൊരു അപകടത്തിൽ പെടുകയും ചെയ്തു. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മളത് മിസ്യൂസ് ചെയ്യാണ്ടിരുന്നാൽ നമ്മൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും ഉണ്ടാവും, ദൈവത്തിൻ്റെ ആ ഒരു കണക്ഷൻ നമുക്ക് എന്നും ഉണ്ടാവും. അപ്പോൾ ഇനി തൊട്ട് എന്ത് ചെയ്യുന്നതിന് മുമ്പും ചിന്തിക്കണം, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ നശിപ്പിക്കുകയാണോ എന്ന്. ചെയ്യുമോ അത്? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാം. ഇന്ന് ഏത് വിശുദ്ധനെയാണ് അമ്മാമ്മ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് നോക്കാം. അപ്പോൾ വചനം 2 കൊറിന്തോസ് 3:17 കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനി സുകൃത ജപം. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കണമേ. ഇന്ന് നിങ്ങൾക്ക് ഒരു വിശുദ്ധനെ അല്ല, വിശുദ്ധയെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏത് വിശുദ്ധയാണെന്നറിയണ്ടേ? വിശുദ്ധ മാർഗ്രറ്റ്. ഇറ്റലിയിലെ കൊറോണയിലെ ഒരു പട്ടണത്തിലാണ് ജനിച്ചത്. ഒരു ചെറിയ പട്ടണത്തിൽ. സാധുക്കളായിരുന്നു, ഏക മകളായിരുന്നു. പക്ഷേ 7 വയസ്സായപ്പോൾ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചതിന് ശേഷം അപ്പൻ 2ാമത് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന 2ാനമ്മ ഇത്തിരി ക്രൂരയായൊരു സ്ത്രീയായിരുന്നു. അത് കാരണം ഇവളെ ഒട്ടും അംഗീകരിക്കാനോ സ്നേഹിക്കാനോ അവൾക്ക് പറ്റിയില്ല. സ്നേഹത്തിന് വേണ്ടി, ലോകത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് ഒരുപാട് ദാഹിച്ചത്. പക്ഷെ അതൊന്നും ആരിൽ നിന്നും കിട്ടിയില്ല. അവളപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു. അതിനുവേണ്ടി വീട്ടിൽ നിന്ന് കിട്ടണില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി. ഒരു പ്രഭുകുമാരൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് ചെന്ന്. വേലക്കാരിയായിട്ട് അവിടെ ചെന്ന് നിന്ന് അപ്പോൾ ഇവൾ നല്ല സൗന്ദര്യമുള്ളവളായിരുന്നു. ആ സൗന്ദര്യത്തിൽ ആകർഷകനായി ഇയാൾ വിവാഹ വാഗ്ദാനമൊക്കെ ചെയ്തു. എങ്കിലും വിവാഹമൊന്നും കഴിച്ചില്ല. പക്ഷേ അവളുടെ കൂടെ അയാൾ ജീവിച്ച് അങ്ങനെ പാപകരമായ ജീവിതമാണ് ഈ മാർഗ്രറ്റ് നയിച്ചിരുന്നത്. ഈ പാപകരമായ ജീവിതത്തിൽ അവൾക്ക് സമ്മാനമായിട്ട് കിട്ടിയത് ഒരു കൊച്ചിനെയാണ്. അയാളുടെ ഒരു കുഞ്ഞിനെ കിട്ടി. അപ്പോൾ ആ കുഞ്ഞുമായിട്ട് അവൾ ആ പ്രഭു കുടുംബത്തിൽ അങ്ങനെ ജീവിച്ച്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാളൊരു തീർത്ഥാടനത്തിന് പോയി. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ള ആ ബോധ്യത്തിലാണ് പോയത്. പക്ഷെ പോയിട്ട് ആളെ കണ്ടില്ല കുറേ നാളത്തേക്ക്. അപ്പോൾ ഇയാളുടെ ഒരു പട്ടി, ഇയാളുടെ ഒരു വളർത്തു നായ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇവളുടെ മുറിയിലിരിക്കുമ്പോൾ ഈ വളർത്തു നായ കുരച്ചുകൊണ്ട് ഇവളുടെ അടുത്തേക്ക് കടന്നു വന്നിട്ട് ഇവളുടെ ഡ്രസ്സിലിങ്ങനെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൾക്ക് തോന്നി എന്തോ അപാകതയുണ്ടെന്ന്. വേഗം ഈ പട്ടി പോകുന്ന പുറകെ ഇവൾ പോയി ചെന്നെത്തിയത് ഒരു കാട്ടിലാണ്. കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ കമ്പുകളും കുറേ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ ഇവൾ ചെന്ന് നോക്കിയപ്പോൾ ഇവൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് അയാൾ മരിച്ച് അതിൻ്റെ ശവശരീരം, അഴുകിയ ശരീരമാണ് കണ്ടത്. അപ്പം അവൾക്ക് മനസ്സിലായി ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. അതായത് ഈ പാപകരമായ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവളങ്ങനെ തന്നെ ഒരു തീരുമാനമെടുത്ത്, ഇനി എനിക്ക് ആരുമില്ല, വീട്ടിലേക്ക് ചെല്ലാൻ നിവർത്തിയില്ല, ഈ പ്രഭു കുടുംബത്തിൽ അവളെ കയറ്റിയില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്ത് ചെയ്യുമെന്നുള്ള വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളെ മനസ്സിലൊരു തോന്നൽ വരികയാണ്. ആരോ എന്തോ പറയുന്നത് പോലെ. ഇവളെ ശ്രദ്ധിച്ചപ്പോൾ എന്താണ്, നിന്നെ ഞാൻ ജ്വലിക്കുന്നൊരു ഉപകരണമായി ഉപയോഗിക്കും. പാപികളുടെ തിരിച്ചുവരവിനും അവരുടെ മാനസാന്തരത്തിനും വേണ്ടി നിന്നെ ഞാൻ ഉപയോഗിക്കും. ഇത് കേട്ടപ്പോൾ ഇവൾക്ക് വലിയൊരു ആശ്വാസം തോന്നി. ഇവൾ സ്നേഹിച്ച ദൈവത്തെ കണ്ടുമുട്ടിയതായിട്ട് ഇവൾക്ക് തോന്നി. ഇവളങ്ങനെ
ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോൺവെൻറ്റിൻ്റെ വാതിക്കലെത്തി. അവിടെ ചെന്ന് മുട്ടി. അവർ വാതിൽ തുറന്ന് ഇവളവർ സ്നേഹിച്ച് സ്വീകരിച്ച് അവിടെ നിർത്തി, ആ കോൺവെൻറ്റിൽ നിർത്തി. അപ്പോൾ ഇവൾക്ക് തോന്നി, ഞാൻ ഇതുവരെ ജീവിച്ചതൊക്കെ മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടിയായിരുന്നു, എൻ്റെ ജീവിതം വ്യർത്ഥമായി പോയി എന്നുള്ളൊരു തോന്നൽ വന്നു. അവളങ്ങനെ തന്നെ അവൾക്കുണ്ടായിരുന്ന കുറേ ആഭരണങ്ങളും അതുപോലെ നല്ല നല്ല വസ്ത്രങ്ങളും അതെല്ലാം ഉപേക്ഷിച്ച്, പിന്നെ നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ സൗന്ദര്യം കളയാൻ വേണ്ടി അവൾ മുഖം വികൃതമാക്കാനായിട്ട് മുഖം കീറി, അവളുടെ മുഖം അങ്ങനെ വികൃതമാക്കി. അതുപോലെ തന്നെ അവൾക്കുണ്ടായിരുന്ന സ്വത്തുക്കളെന്ന് പറയാനായിട്ട് അവളുടെ ആഭരണങ്ങളും നല്ല നല്ല വസ്ത്രങ്ങളും അവൾ കിടന്നിരുന്ന കിടക്ക വരെ അവൾ സാധുക്കൾക്ക് കൊടുത്തു. പരുവരുത്ത നിലത്താണ് കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവൾ എല്ലാ തരത്തിലും ദൈവസ്നേഹത്തിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൾക്ക് തോന്നി, വീട്ടിലേക്ക് പോകാം, അപ്പൻ്റെ അടുത്തേക്ക് പോകാം. പിന്നെ അപ്പൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ നാളുകളായല്ലോ ഇത്, അപ്പം എല്ലാവരും ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് അപ്പൻ അവളെ സ്വീകരിച്ചു. അപ്പോൾ അവളെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിൽ പോണത് എന്തിനാണെന്നോ, ഇവളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കാനായിട്ടാണ് ഈ പോണത്. അപ്പോൾ വാതുക്കെ തന്നെ പോയിരിക്കും. അപ്പോൾ ആളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കണതാണ് ഇവൾക്ക് സന്തോഷം. അവളെപ്പറ്റി ദുഷിച്ച് പറയണതാണ് സന്തോഷം. അങ്ങനെ അങ്ങനെ ആനന്ദം കൊണ്ടാണ് അവൾ വീട്ടിലേക്ക് പോരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവൾ ഉറക്കെ ഇവളുടെ പാവങ്ങളൊക്കെ ഏറ്റുപറയാൻ തുടങ്ങി. ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വന്ന് അപ്പൻ്റെ അടുത്ത് ആരോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ അത് കേട്ടപ്പോൾ ഭയങ്കര നാണക്കേടായി. അതിന് വീണ്ടും അവളെ പുറത്താക്കി കഴിഞ്ഞപ്പോഴാണ് ഇവൾ വീണ്ടും തിരിച്ച് ആ കോൺവെൻറ്റിൽ ചെന്ന് അവിടെ നിന്ന് അവൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്കും മകനും കുഞ്ഞിനും ജീവിക്കണ്ടേ. അതിന് ആ ചെറിയ കിട്ടുന്ന ആ തുകയിൽ നിന്ന് പകുതി ദരിദ്രർക്ക് കൊടുക്കും. അതാണ് അവളുടെ സന്തോഷം അതായിരുന്നു. അങ്ങനെ അത്രയും വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതം നയിച്ച്, തന്നെയുമല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് മറ്റുള്ളവരിലാണ് ആ സ്നേഹം ഇവൾ കൊടുത്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ അവൾ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഒരു ആശ്രമമുണ്ടാക്കി അങ്ങനെയൊക്കെ വിശുദ്ധയായി ജീവിച്ച് മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ച അവൾ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് രണ്ടാമത്തെ മഗ്ദലന മറിയമായിട്ടാണ് അവൾ പിന്നെ ജീവിച്ചത്. ഇന്ന് അവളെ അറിയപ്പെടുന്നത് രണ്ടാം മഗ്ദലന എന്നാണ് അറിയുന്നത്. അതായത് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വിശുദ്ധ, പാപികളെ സ്നേഹിക്കുന്നൊരു വിശുദ്ധ. ദൈവം എന്താ ചെയ്തത്? പാപികളെ സ്നേഹിക്കുകയല്ലേ ചെയ്തത്. പാപികളെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ ചെയ്തത്. അതുപോലെ തന്നെ ഇവൾ പാപികളെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ പാപികളെയാണ് ദൈവം കൂടുതൽ സ്നേഹിക്കുന്നതെന്നുള്ള ആ വലിയൊരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടാം മഗ്ദലന മറിയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പാപികളുടെ മധ്യസ്ഥയാണ് ഈ മാർഗരറ്റ്, വിശുദ്ധ മാർഗരറ്റ്. ആരുടെ മധ്യസ്ഥയാണ്? പാപികളുടെ മധ്യസ്ഥ വിശുദ്ധ മാർഗരറ്റ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം കണ്ട വിഷ്വലിലെ കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഉണ്ടോ? ഇടക്ക്. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഗുരുക്കന്മാരെയല്ലേ നമ്മൾ ബഹുമാനിക്കണ്ടേ? നമ്മുടെ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണം നമ്മൾ കുട്ടികളിൽ നിന്ന് മൂത്തവരെ ബഹുമാനിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സിനെ. ചിലപ്പോൾ ടീച്ചറെ കാണില്ലായിരിക്കും നിങ്ങൾ ബാക്കിൽ നിന്ന് ആക്ഷൻ കാണിക്കുന്നത്, പക്ഷെ ദൈവം കാണും. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥതയോടെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കാൻ സാധിക്കണം നമുക്ക്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ ചെയ്യാനും കൂടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഒന്നും കൂടെ വചനവും സുകൃതജപവും ഏറ്റു പറയാം. 2 കൊരിന്തോസ് 3-ാം അധ്യായം 17-ാം വാക്യം.
കർത്താവ് ആത്മാവാണ്. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമുണ്ട്. ഇനി സുകൃത ജപം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളിൽ വസിക്കണമേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. അതുവരെയും ബൈ.